ഹായ് ഡിയേഴ്സ്, എം ജി യൂണിവേഴ്സിറ്റി ബി.എഡ് അപ്ലിക്കേഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 21/10/2020 ഒക്ടോബർ 21-ന് ബി.എഡ് അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം വരാവുന്ന സംശയങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. ഇനി ബി.എഡ് അപ്ലിക്കേഷനായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് cap.mgu.ac.in എന്നതാണ്. അപ്പം സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് തന്നെയാണ് ബി.എഡിനും വന്നത്. അപ്പം ഇവിടെ UG PG കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് B.Ed CAP 2020 എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ക്ലിക്ക് ഓൺ ടു B.Ed CAP 2020. So now we will be redirecting to the CAP page for B.Ed registration. B.Ed അപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 31/10/2020 ആണ്, 31 ഒക്ടോബർ. അപ്പം കറക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ റിലീസ് ചെയ്തത് കൊണ്ട് ഡേറ്റ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരു ചാൻസും കാണുന്നില്ല. ആ ഷെഡ്യൂളും മറ്റ് ഡീറ്റെയിൽസും ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഷെഡ്യൂളും ഫീസ് സ്ട്രക്ചറും കോളേജ് കോഴ്സസ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ഈ വീഡിയോയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്ലിക്കേഷൻ്റെ ഒരു ഡെമോയും കാണാം. അപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മാർക്ക് സിസ്റ്റം കൊടുക്കുന്നതാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതായത് നമ്മുടെ മാർക്ക് ബേസിസിലാണ്, മറ്റ് എൻട്രൻസോ മറ്റ് എക്സാംസോ ഒന്നും ഇല്ലാതെ നമ്മുടെ മാർക്ക് ബേസിസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം. വളരെ സൂക്ഷിച്ച് തന്നെ മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത് അതിനനുസരിച്ച് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം വേറെ വേറെ ആയിരിക്കും. അപ്പോൾ കേരള, കണ്ണൂർ, MG സർവകലാശാലയാണെങ്കിൽ നിങ്ങൾ ഗ്രേഡിംഗ് സ്കീം, കറക്റ്റായിട്ടുള്ള ഗ്രേഡിംഗ് സ്കീമുകൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം മാർക്സ് എൻ്റർ ചെയ്യാൻ. അതല്ലാത്ത മറ്റേത് യൂണിവേഴ്സിറ്റി ആയാലും, അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മറ്റേത് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റമാണ് സെലക്ട് ചെയ്യേണ്ടത്. കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം, അതായത് നിങ്ങൾക്ക് കിട്ടിയ CGPA അല്ലെങ്കിൽ ഗ്രേഡ് ഏത് തന്നെ ആയാലും അത് നിങ്ങൾ 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു PG അപ്ലിക്കേഷൻസ് വിളിച്ചപ്പോഴും നിങ്ങൾ മാർക്കിംഗ് സിസ്റ്റം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് അന്ന് ചോദിച്ചു വരുന്ന ഡൗട്ടാണത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്ത് തരാം. മാർക്കിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മാർക്കിംഗ് സിസ്റ്റം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ മാർക്കിംഗ് സിസ്റ്റം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം കാലിക്കറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് വരുന്നത്. അതായത് യാതൊരു സർട്ടിഫിക്കറ്റ്സും യാതൊരു അപ്ലിക്കേഷൻ ഫോമും നിങ്ങൾ പോസ്റ്റൽ വഴി അയക്കേണ്ടതില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും പറയുന്ന സ്പെസിഫിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണാം. പിന്നെ വരുന്നത് നിങ്ങളുടെ കാസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് EWS, SC BC അങ്ങനെ ഓരോ കാറ്റഗറി, OEC അങ്ങനെ ഈച്ച് കാറ്റഗറിക്ക് അതിനായ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ വാങ്ങി വെച്ച് വില്ലേജ് ഓഫീസർ അടുത്തു നിന്നൊക്കെ വാങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ്, അസറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക അപ്ലോഡ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. ഇനി അപ്ലിക്കേഷനിൽ നിങ്ങൾ ജനറൽ ആണ് അല്ലെങ്കിൽ ഈ റിസർവേഷനൊന്നും ക്ലെയിം കൊടുക്കാതെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ പിന്നീട് ആ റിസർവേഷൻ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ കിട്ടാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഫീ കൺസെഷനും മറ്റ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് വെയിറ്റേജ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനൊക്കെ ഉണ്ട്. NSS, NCC, പിന്നെ ആർമി, നേവി, അങ്ങനെ ഓരോ കാറ്റഗറി രജിസ്ട്രേഷൻ അവർക്ക് അതിനുള്ള വെയിറ്റേജസ് ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കുക. അപ്പോൾ സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പോർട്ടൽ നോക്കാം. അതിനായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട പേജിലേക്ക് എത്തി. യു ക്യാൻ സീ ഹിയർ 7 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ അപ്ലിക്കേഷന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ട് ക്രിയേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഫൈനൽ സബ്മിഷൻ.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും. അതനുസരിച്ച് വേണം ഇനി ബാക്കി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ അത് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പം കൊടുക്കേണ്ട ഡീറ്റെയിൽസ് നെയിം ഓഫ് യുവർ അപ്ലിക്കൻറ്റ്, നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ്, ദെൻ ഒരു പാസ്വേഡ് ചൂസ് ചെയ്യുക, പിന്നെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി, ആക്റ്റീവ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ഡീറ്റെയിൽസൊക്കെ അതിലേക്കായിരിക്കും വരിക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി ഇവിടെ തന്നെ സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാറ്റഗറി സെലക്ട് ചെയ്യുക. SC/ST, ലക്ഷദ്വീപ്, മുസ്ലിംസ് 2 കാറ്റഗറിയാണ് വരുന്നത്. ഇനി അതേഴ്സിന് കൊടുക്കുക, അല്ലാത്തവരൊക്കെ. പിന്നീട് ഇമേജ് വെരിഫിക്കേഷൻ, ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിന് ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ന്യൂ പേജിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ഈ ന്യൂ പേജിൽ നമുക്ക് കാണാം ഒരു അപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ഫിൽ യുവർ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ്, ദെൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഗിവ് യുവർ ഓപ്ഷൻസ് ആൻഡ് ദെൻ ഫൈനൽ സബ്മിറ്റ്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാനുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു പേഴ്സണൽ ആൻഡ് അക്കാഡമിക് പേജ്. സോ ഫസ്റ്റ് പേജിൽ അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ആനുവൽ ഇൻകം ഇസ് എ മസ്റ്റ്, ദെൻ നാഷണാലിറ്റി. അപ്പോൾ ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് റിലീജിയൻ, കമ്മ്യൂണിറ്റി എല്ലാം ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനനുസരിച്ച് ഇപ്പോൾ റിലീജിയൻ ഇഫ് യു ഹാവ് സെലക്റ്റഡ് ഹിന്ദു, അതിനനുസരിച്ച് കമ്മ്യൂണിറ്റി ഒക്കെ വന്നിട്ടുണ്ടാവും. സോ സെലക്ട് ഫ്രം ദീസ് കാറ്റഗറീസ്. പിന്നെ വരുന്നത് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. പ്രസൻറ്റ് അഡ്രസ്, ഗിവ് യുവർ പ്രസൻറ്റ് അഡ്രസ് ഹിയർ, കോൺടാക്ട് ഡീറ്റെയിൽസ്, ലാൻഡ് ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. പിന്നെ നിങ്ങൾ NSS NCC UG ലെവലിൽ NSSO NCCയോ ഉണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ +2 അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് NSS NCC സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സ് പ്രൊഫഷ്യൻസി, നിങ്ങൾ +2 സ്പോർട്സിൽ എക്സലൻ്റ് ആയിരുന്നു, അങ്ങനെ ആ ഒരു കാറ്റഗറി ഒന്നും നമ്മൾ BEd അപ്ലൈ ചെയ്യുമ്പം കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ലാസ്റ്റ് പഠിച്ച അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷനിലാണ് നമ്മൾ BEd അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ടൈമിൽ നിങ്ങൾ NSS NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ സ്പോർട്സ് ഉണ്ടോ, കൾച്ചറൽ കോട്ട ഉണ്ടോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിഗ്രി ബേസിസിലാണ് പറയേണ്ടത്. ആൻഡ് ആർ യു എൻടൈറ്റിൽഡ് ഫോർ ബോണസ് മാർക്സ് ഓഫ് എക്സ് സർവീസ്മെൻ, അതും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ മാർക്സിന് അല്ലെങ്കിൽ ബോണസ് മാർക്സിനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ക്ലിക്ക് ഓൺ ടു സേവ് ആൻഡ് നെക്സ്റ്റ്. സോ നെക്സ്റ്റ് പേജിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത്. ഹിയർ യു ആർ ആസ്ക്ഡ് അബൌട്ട് നെയിം ഓഫ് യുവർ യൂണിവേഴ്സിറ്റി, സെലക്ട് യുവർ യൂണിവേഴ്സിറ്റി ഫ്രം ഹിയർ. പിന്നെ നെയിം ഓഫ് യുവർ മാർക്കിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ മാർക്കിംഗ് സിസ്റ്റം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 പോയിൻറ്റ് CGPA ഔട്ട് ഓഫ് 4ഉം CGPA ഔട്ട് ഓഫ് 10ഉം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പം ഔട്ട് ഓഫ് 4ഉം ഔട്ട് ഓഫ് 10ഉം അല്ലാത്ത CGPAക്കാരൊക്കെ അല്ലെങ്കിൽ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം നിങ്ങൾക്ക് മാർക്ക് തന്നെയാണെങ്കിലും ഒക്കെ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം സെലക്ട് ചെയ്യാം. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ നെയിം ഓഫ് യുവർ ഡിഗ്രി, ഇയർ ഓഫ് പാസിംഗ്, നമ്പർ ഓഫ് ചാൻസസ് അവൈൽഡ്. നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞാൽ എത്ര ചാൻസിലാണ് നിങ്ങൾ ഫൈനൽ പ്രോഗ്രാം പാസ്സായിട്ടുള്ളത്, അതായത് ഫൈനൽ ഇയറിൽ എത്ര ചാൻസാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഹിയർ യു ക്യാൻ സീ ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് ദ പാർട്ട് ഓഫ് ക്വാളിഫയിങ് എനി പാർട്ട് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആഫ്റ്റർ പ്രിസ്ക്രൈബ് പ്രോഗ്രാം. ഇംപ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യൂല. ബട്ട് നിങ്ങളുടെ ഫൈനൽ എക്സാം പാസ്സായത് സെയിം ഇയർ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയേണ്ടത്. ഇനി നിങ്ങൾക്ക് PG ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ, ആർ യു എ പോസ്റ്റ് ഗ്രാജുവേറ്റ്? അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, പെർസെൻറ്റേജസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അഡീഷണൽ വെയിറ്റേജസ് ഉണ്ട് PG ചെയ്തിട്ടുള്ളവർക്ക്. അപ്പം ആ പാർട്ടും നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മാർക്ക് സിസ്റ്റമാണ് ഇവിടെ ചോദിക്കുന്നത്. ഹിയർ യു ഹാവ് യുവർ പാർട്ട് 1 അല്ലെങ്കിൽ കോമൺ കോഴ്സ്, സെക്കൻഡ് ലാംഗ്വേജ്. ഈ കോമൺ കോഴ്സ് എന്ന് പറയുന്നത് ഇത് മറ്റൊരു ഡൗട്ട്. കോമൺ കോഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മോസ്റ്റ് ഓഫ് us വിൽ ഹാവ് ഇറ്റ് ആസ് ഇംഗ്ലീഷ്. അപ്പോൾ കോമൺ കോഴ്സ് പറയുന്നത് ഇംഗ്ലീഷ് കൊടുക്കുക. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, മലയാളം, അറബിക് അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്ന കോഴ്സ് കൊടുക്കുക. പിന്നെ മെയിൻ ലാംഗ്വേജ്, ദെൻ യുവർ സബ്സിഡറി 1, സബ്സിഡറി 2. പിന്നെ വൊക്കേഷണൽ സബ്ജക്ട്സ് എല്ലാവർക്കും ഉണ്ടാവില്ല, സോ ലീവ് ഇറ്റ് ബ്ലാങ്ക്. ആൻഡ് യുവർ ഓപ്പൺ കോഴ്സ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയും അതിൻ്റെ അപ്രോപ്രിയേറ്റ് മാർക്കിംഗ് സിസ്റ്റം ഒന്ന് നോക്കാം.
MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇറ്റ്സ് ഔട്ട് ഓഫ് 4. അപ്പോൾ ഇവിടെ ടോട്ടൽ ക്രെഡിറ്റ്സും അവാർഡഡ് CGPA എന്നും ഹെഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഓക്കെ ഔട്ട് ഓഫ് 10 കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റ്സ് ആൻഡ് അവാർഡഡ് CGPA. ദെൻ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് മുന്നേ ഡിഗ്രി ചെയ്തവരാണെങ്കിൽ CGPA സിസ്റ്റം ആയിരിക്കില്ല. MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് കൺവെൻഷണൽ മാർക്ക് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക, അത് മാർക്കാണോ CGPA ആണോ ഗ്രേഡിംഗ് ആണോ ഏതാണ്, അതിനനുസരിച്ചുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം മാർക്കുള്ളവർക്കൊക്കെ കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം സെലക്ട് ചെയ്യാം. സോ ഓരോ അവാർഡഡ് മാർക്സ് ഓരോ സബ്ജക്റ്റിനും അവാർഡഡ്, അങ്ങനെ ഓൾഡ് സിസ്റ്റം ഉള്ളവർക്ക് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്നായിരിക്കും. ഇവിടെ നമ്മൾ കോമൺ കോഴ്സ് എന്ന് കണ്ടല്ലോ നേരത്തെ, അവിടെ ഫസ്റ്റ് ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി എന്ന ലാംഗ്വേജസ് കൊടുക്കുക. പിന്നെ മെയിൻ കോഴ്സ്, സബ്സിഡറി 1 ഓർ ഓപ്പൺ കോഴ്സ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. പിന്നെ അവാർഡഡ് മാർക്സ് എൻ്റർ ചെയ്യുക, അതായത് ഔട്ട് ഓഫ് ഈച്ച് സബ്ജക്റ്റ് വിൽ ബി ഔട്ട് ഓഫ് 100. അപ്പോൾ ആ മാർക്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസൊക്കെ നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഔട്ട് ഓഫ് 4 CGPA സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറയുന്നുണ്ട് കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആദ്യം കണ്ടു MG കേരള എന്നീ യൂണിവേഴ്സിറ്റികൾക്കാണ് CGPA സിസ്റ്റം ഇവർ ഫോളോ ചെയ്തിട്ടുള്ളത്. MG കേരള ആൻഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസിലും മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയുടെ കേസിലും കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തെറ്റായിട്ട് ഇവിടെ CGPA ഔട്ട് ഓഫ് 4 or 10 സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും കൺവെൻഷണൽ മാർക്ക് സിസ്റ്റത്തിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി മാറുന്നതായിരിക്കും. കണ്ടോ, അവാർഡഡ് മാർക്സ് ആൻഡ് മാക്സിമം മാർക്സ് എന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഇവിടെ തെറ്റാൻ ചാൻസ് ഒന്നുമില്ല, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന പേജാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾ കോളേജും കോഴ്സും ഒക്കെ പ്രോസ്പെക്ടസിൽ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട്, പിന്നെ കോളേജും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഏത് കോളേജിലാണ് ഏത് കോഴ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. ഒരുപാട് കോളേജസ് സെൽഫ് ഫിനാൻസിങ് ആണ്, വളരെ കുറച്ച് കോളേജസ് 1-2 കോളേജ് ഗവൺമെൻറ് കോളേജ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ 1-2 കോളേജ് മാത്രമേ എയ്ഡഡ് കോളേജ് ആയിട്ടും വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് B.Ed അഡ്മിഷൻസിന്. സോ നിങ്ങൾ നോക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ആയ കോളേജ് ആൻഡ് കോഴ്സ് സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റർ ദീസ് മാർക്ക് ഡീറ്റെയിൽസ്. സോ നെക്സ്റ്റ് പേജിൽ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അവിടെ നിങ്ങൾ സ്കീം ചോദിക്കുന്നുണ്ട്, അതായത് സിംഗിൾ മെയിൻ, ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ എന്ന് കാണാം. അപ്പോൾ സ്കീം യൂഷ്വൽ ഡിഗ്രിക്കാരൊക്കെ സിംഗിൾ മെയിൻ കൊടുക്കുക. ഡബിൾ ഓർ ട്രിപ്പിൾ മെയിൻ ആണെങ്കിൽ അത് നിങ്ങൾ അറിയുന്നതായിരിക്കും, അങ്ങനെയുള്ളവർ മാത്രം ഡബിൾ ഓർ ട്രിപ്പിൾ മെയിൻ കൊടുക്കുക. പിന്നെ ഓപ്ഷൻ സെലക്ഷനിൽ ഇവിടെ വരുന്നത് നിങ്ങളുടെ ഓപ്ഷൻസ് കോഴ്സും കോളേജും സെലക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ തന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ കൊടുത്തതിനനുസരിച്ചാണ് ഈ കോഴ്സ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോഴ്സാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാം, ഏതൊക്കെ കോളേജ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. സോ ഇത് സെൽഫ് ഫിനാൻസിങ് കോഴ്സാണെന്നുള്ളത് അവർ കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ ഓക്കെ, സെലക്ട് യുവർ കോളേജ് ആൻഡ് സെലക്ട് യുവർ കോഴ്സ് ആൻഡ് കോളേജ്. സോ ദിസ് ഇസ് ഓൾസോ സെൽഫ് ഫിനാൻസിങ്. സോ സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അഗെയിൻ സെൽഫ് ഫിനാൻസിങ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് പോയാൽ മതി. ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ടു സേവ് യുവർ ഓപ്ഷൻസ്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും റീഅറേഞ്ച് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഓരോ സമയം സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് ആൻഡ് അപ്ലോഡ് ഓഫ് ഫോർ യുവർ ഡോക്യുമെൻറ്റ്സ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഏതൊരു സ്റ്റെപ്പും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിഷന് ശേഷം എഡിറ്റ് ഓപ്ഷൻ വളരെ കുറവായിട്ടാണ് അവൈലബിൾ ആവുക. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാൻസ്, ഒരു ഡേറ്റ് തരുന്നതായിരിക്കും എഡിറ്റ് ചെയ്യാൻ, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്. നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻസും നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റയും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക.
പിന്നെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഫീ പേയ്മെൻറ്റിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേസും അവൈലബിൾ ആണ്. സോ ജനറൽ കാൻഡിഡേറ്റ്സിന് 1250 രൂപയാണ്. ക്ലിക്ക് ഓൺ ടു പേ നൗ. സോ ഇവിടെ പേടിഎം അടക്കം എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ലോഗിൻ ചെയ്തിട്ട് അപ്ലോഡ് യുവർ സിഗ്നേച്ചർ, ഫോട്ടോ ആൻഡ് അതർ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഏതൊക്കെയാണ് അവർ ചോദിക്കുന്നത്? നിങ്ങൾ കൊടുത്തിട്ടുള്ള റിസർവേഷനും മാർക്കിൻ്റെ ഒക്കെ ബേസിസിൽ, അതായത് വെയിറ്റേജിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. സോ സിഗ്നേച്ചർ, ഫോട്ടോ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒന്നും കൂടി ചെക്ക് ചെയ്യുക, കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം മാത്രം സബ്മിഷൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ സീ ഹിയർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് സൈറ്റിൽ തന്നെ. വർക്കിംഗ് അവേഴ്സിൽ 10:30 to 4:30 വർക്കിംഗ് ഡേയ്സിൽ ഈ ടൈമിലാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സൗകര്യം വരിക. ആൻഡ് യു ഹാവ് ഹിയർ അതർ ഡീറ്റെയിൽസ്, അതായത് മെയിൽ ഐഡിയും അതർ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സും കോൺടാക്ട് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ, B.Ed അഡ്മിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. സോ ബെസ്റ്റ് വിഷസ്. Thank you.